ഡോക്ടർ മോഹൻ വർഗീസ്, ഇത് ഇന്ത്യൻ രൂപയ്ക്ക് ഒരു വലിയ നേട്ടം, അന്താരാഷ്ട്ര കറൻസി പട്ടത്തിലേക്ക് ഇന്ത്യൻ രൂപ മാറുകയാണ്. താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? ഇന്ത്യൻ രൂപ തീർച്ചയായും ലോകത്തെ 142 കോടി ജനങ്ങളുടെ ക്രയവിക്രയ മാർഗമാണ് ഇന്ത്യൻ രൂപ. അതായത് ലോക ജനസംഖ്യയുടെ ഏതാണ്ട് 1/6 കൈകാര്യം ചെയ്യുന്ന ഒരു നാണയം. അത് മാത്രമല്ല, ലോകത്തെ ഏറ്റവും വലിയ പ്രവാസി സമൂഹം ഭാരതീയ പ്രവാസി സമൂഹമാണ്. ദ ഡയസ്പോറ, ഇന്ത്യൻ ഡയസ്പോറ. ചൈനീസ് ഡയസ്പോറയെക്കാളും എണ്ണത്തിൽ കൂടുതലാണ് ഇന്ത്യൻ ഡയസ്പോറ. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ചിതറി നിൽക്കുന്ന ഇന്ത്യൻ ഡയസ്പോറ. അവരെല്ലാം അതത് രാജ്യങ്ങളുടെ പൗരത്വം സ്വീകരിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇന്ത്യയുടെ ഒരു സാംസ്കാരിക പ്രസൻസ് കുറച്ചുകൂടി വ്യാപകമാകുന്ന കാഴ്ചയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലെ പ്രവാസി ഇന്ത്യക്കാർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലും വായ്പ എടുക്കാവുന്ന രീതിയിൽ ഇന്ത്യൻ രൂപയിൽ വായ്പ നൽകാവുന്ന രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. അത് മാത്രമല്ല, ഇവിടെ ഒരു ഹാർഡ് കറൻസി എന്ന രൂപത്തിൽ ഇന്ത്യ എത്ര കാലം പിടിച്ചു നിൽക്കാനാവും? ഇന്ത്യയുടെ വളർന്നു വരുന്ന 4ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ എന്ന് ഓർക്കണം. അതുകൊണ്ട് ഇന്ത്യൻ റുപ്പിയുടെ ലിക്വിഡിറ്റി അത് കുറച്ചുകൂടി മെച്ചമാകേണ്ട ആവശ്യം ഒരു ദേശീയ താല്പര്യമായി തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പരിഗണിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ എല്ലാ കാര്യങ്ങളും ലോകത്തെല്ലാം തന്നെ ഡോളർ ടേംസിൽ കച്ചവടം നടക്കുന്നതിനോടുള്ള വിയോജിപ്പ് ഭാരതത്തിനുണ്ട്. ഭാഗികമായി അതുകൊണ്ട് കൂടിയാണ് ബ്രിക്സിലെ ഇന്ത്യയുടെ അംഗത്വവും ബ്രിക്സ് ബാങ്കിന്റെ രൂപീകരണവും. അത് മാത്രമല്ല, ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലെങ്കിലും അതത് രാജ്യങ്ങളുടെ കറൻസിയിൽ ഉഭയകക്ഷി വ്യാപാര പേയ്മെന്റ് നടത്തുകയും ചെയ്യുക എന്ന ആശയം വന്നത് അതുകൊണ്ടാണ്. റഷ്യൻ റൂബിൾ ഇന്ത്യൻ റുപ്പി ടേംസിൽ കച്ചവടമുണ്ട്. അതുകൊണ്ട് കൂടുതൽ രാജ്യങ്ങളുമായി ഇന്ത്യൻ രൂപ ഉപയോഗിച്ചുകൊണ്ട് കച്ചവടം നടത്തുന്നതിന്റെ സാധ്യതകൾ ഭാരതം ആരായുന്നു. കാരണം ഇപ്പോൾ എങ്ങനെ നോക്കിയാലും ഡോളർ ടേംസിലാണ് എല്ലാ കാര്യങ്ങളും പരിഗണിക്കുന്നത്. അങ്ങനെ എക്സ്ചേഞ്ച് റേറ്റിലെ ഒരു പോരായ്മ കാരണം എപ്പോഴും ഇന്ത്യ പിന്തള്ളപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അത് പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഇന്ത്യൻ റുപ്പി കൂടുതൽ കൺവേർട്ടബിൾ ആക്കുക, കൂടുതൽ ലിക്വിഡിറ്റി ഉണ്ടാവുക. അത് മാത്രമല്ല, ക്രയവിക്രയത്തിന് ലോകത്തെ കൂടുതൽ ഇടങ്ങളിൽ ഇന്ത്യൻ രൂപയ്ക്ക് സാന്നിധ്യം ഉണ്ടാവുക, അതിന് വാല്യൂ ഉണ്ടാവുക. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ് രാജ്യങ്ങളിൽ അവിടെ ഉള്ള പ്രവാസി ഇന്ത്യക്കാർക്കും ഇന്ത്യൻ വംശജർക്കും ലോണുകൾ ഇന്ത്യൻ റുപ്പിയിൽ അവൈലബിൾ ആക്കുകയും ആ രീതിയിലുള്ള സൗകര്യമാണ് ഒരു തുടക്കം എന്ന നിലയിൽ. ഇതൊരു വലിയ നിർണായകം, ഇപ്പോൾ തീരെ ചെറിയൊരു കാര്യമെന്ന് തോന്നാമെങ്കിലും നിർണായകമായ ഒരു നീക്കത്തിന്റെ തുടക്കമായി വേണം ഇതിനെ കാണാൻ. കാരണം ലോകവ്യാപകമായി ഇന്ത്യയുടെ സാന്നിധ്യം അറിയിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ റുപ്പി ഹാസ് ടു ബി എ വേൾഡ് കറൻസി. ഇപ്പോൾ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കറൻസിക്ക് ലോകത്താകമാനം സാന്നിധ്യം ഉണ്ടാക്കണം. ചൈനയും അതേ രീതിയിൽ തന്നെ ചൈനയിൽ ശ്രമിക്കുന്നുണ്ട്. ചൈനീസ് യുവാന് ലോകത്ത് സാന്നിധ്യം ഉണ്ടാക്കണം. അതുകൊണ്ട് ഇപ്പോൾ ഈ യൂറോപ്യൻ യൂണിയന്റെ നാണയമായ യൂറോയും അമേരിക്കൻ ഡോളറും ഒക്കെയാണ് ഏറ്റവും ലിക്വിഡിറ്റി ഉള്ള കറൻസി. അതിലാണ് എല്ലാ കാര്യങ്ങളും ലോകത്തെ ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. അത് കുറച്ചുകൂടി ഇന്ത്യൻ റുപ്പിക്കൂടെ സാന്നിധ്യമുള്ള രീതിയിൽ ആ ട്രാൻസാക്ഷൻ ക്രമത്തിലേക്ക് നീങ്ങുമ്പോൾ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ഉണർവാണ് ഉണ്ടാകുന്നത്. ഇന്ത്യക്ക് മൊത്തത്തിൽ ഒരു അന്താരാഷ്ട്ര മേൽവിലാസം, സാമ്പത്തിക രംഗത്ത് കൂടുതൽ വലിയ അന്താരാഷ്ട്ര മേൽവിലാസം ഉണ്ടാവുകയാണ്. ഇതെല്ലാം തന്നെ ഇന്ത്യ സഹായിക്കും. ആത്യന്തികമായി ഭാവി തലമുറകളെ സഹായിക്കും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. വളരെ നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്.